നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇടവത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ കുജൻ, കന്നിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ രവി, കുംഭത്തിൽ ശനി, ശുക്രൻ, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. എന്നാൽ ജനുവരി 4-ന് ബുധൻ ധനുരാശിയിലേക്കും പിന്നീട് ജനുവരി 24-ന് മകരം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ചൊവ്വയാകട്ടെ വക്രഗതിയിൽ ജനുവരി 21-ന് മിഥുനം രാശിയിലേക്കും ശുക്രൻ ജനുവരി 28-ന് മീനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ജനുവരി 14-ന് മകരരവി സംക്രമം നടക്കുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. ധനാഗമനത്തിനായി പലവിധ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കർമ്മരംഗത്ത് ഗുണകരമാണ്. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്ന് മുന്നോട്ടു പോകുന്നതാണ്. പുതിയ ജോലി ലഭിക്കുന്നതിനും ഉള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം, മേലധികാരിയുമായി യോജിച്ചു പോകാനും ആകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാന വർധനവ്, പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമായിരിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉന്നത പഠനം സാധ്യമാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ദമ്പതികളുടെ ഇടയിൽ സന്തോഷകരമായ ജീവിതം സാധ്യമാകും. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ദൈവാധീനത്താൽ കുടുംബത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമായ മാസക്കാലമാണ്. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. മാനസിക പ്രയാസങ്ങൾ കുറയും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. യാത്രകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ കുറഞ്ഞു വരുന്നതായി കാണാം. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് അധികാരപ്രാപ്തി ലഭിക്കുമെങ്കിലും ചിലർക്ക് തൊഴിലിടത്ത് വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വന്നേക്കാം. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും. അവസാന വാരത്തോടെ തൊഴിൽ മാറ്റത്തിനും സാധ്യമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. ലാഭം വർദ്ധിക്കും. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അനുഭവജ്ഞാനമുള്ളവരുമായും മുതിർന്നവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. വിവാഹാലോചനകൾ വന്നു ചേരാനും തീരുമാനമാകാനും ഇടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ഏതൊരു പ്രശ്നത്തെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ചിലർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾക്ക് ഇടയാകും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും അവസരം ഒരുങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. വിദ്യാഭ്യാസ ലോൺ സാങ്ഷൻ ആകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം.
ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. മഹാദേവന് ധാര സമർപ്പിക്കുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. മിഥുനക്കൂർ മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 2025 ജനുവരി മാസത്തിൽ ധനവരവ് കുറയുന്നതിനും ധനസ്ഥിതി പുരോഗമിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കിട്ടാനുള്ള പണത്തിന് കാലതാമസം നേരിടുന്നതാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനച്ചിലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പലവിധ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദേശ വിപണനം ഗുണപ്രദമാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും. കഠിനാധ്വാനത്താൽ ഫലം കാണാനാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. പ്രണയബന്ധം ഊഷ്മളമായിരിക്കും. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതാണ്. മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ദൈവാധീനത്താൽ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനച്ചിലവുകൾ വർദ്ധിക്കും. ധനപരമായ കാര്യങ്ങളിൽ ആദ്യ 2 വാരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ദൈനംദിന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായി വരും. കഠിനാധ്വാനം ആവശ്യമായി വരുന്നതാണ്. വിദേശ തൊഴിൽ സാധ്യമാകും. പുതിയ തൊഴിലിനായി കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ്. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും ഇടയാകും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമാകണമെന്നില്ല. ദമ്പതികളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ശത്രുശല്യം വർദ്ധിക്കാം. കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. കഠിനാധ്വാനത്താൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനാകും. ആരോഗ്യകാര്യങ്ങളിൽ മെച്ചപ്പെട്ട് തന്നെ നിൽക്കും. ആഹാര ക്രമീകരണങ്ങൾ ആവശ്യമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് പോലും ആശ്വാസമുണ്ടാകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജനുവരി മാസത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ധനസ്ഥിതിയും വർദ്ധിക്കും. വഞ്ചനകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അർഹതയില്ലാത്ത ധനം വന്നു ചേരാനിടയുണ്ട്. കർമ്മരംഗത്ത് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. ഏതു പ്രതിസന്ധികളെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഇടയാകും. ബിസിനസ് രംഗത്ത് നല്ല മാറ്റങ്ങൾക്ക് ഇടയാകും. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. പ്രണയചിന്തകളും ഉടലെടുക്കും. എല്ലാ കാര്യത്തിലും ക്ഷമ അത്യന്താപേക്ഷിതമാണ്.
ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. കഠിന പ്രയത്നത്താൽ നല്ല ഫലങ്ങൾ കാണാനാകും. വിദേശ പഠനവും സാധ്യമാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും. ദൂരദേശ യാത്രകളിൽ അലച്ചിലുകളും ഉണ്ടാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പൊള്ളൽ, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. മഹാദേവന് ധാര, അയ്യപ്പസ്വാമിക്ക് എള്ള് പായസം എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. കേസുകൾക്ക് തനിക്ക് അനുകൂലമായി വിധി വരുന്നതാണ്. താൻ പോലും പ്രതീക്ഷിക്കാത്ത അന്യായമായ രീതിയിൽ ധനം വന്നു ചേരും. ധനച്ചിലവുകൾ ശുഭകാര്യങ്ങൾക്കായി വേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, അംഗീകാരം, തൊഴിൽ മാറ്റം, സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടായേക്കാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത പഠനം സാധ്യമാകും. വിദേശ പഠനത്തിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. മത്സരബുദ്ധി വർദ്ധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമായതിനാൽ തീരുമാനമാകുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും തർക്കങ്ങൾക്ക് ഇട നൽകരുത്. ചെറിയ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. മാസത്തിൻ്റെ അവസാനത്തോടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. പൊള്ളൽ, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ പലയിടത്തും ധനാഗമനമുണ്ടാകും. സുഹൃത്തുക്കൾ വഴിയോ സഹോദരങ്ങൾ വഴിയോ ധനാഗമനം ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആദ്യ 2 വാരങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. എന്നാൽ അവസാന 2 വാരങ്ങളിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്. വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ്. വിദേശ വിപണനം സാധ്യമാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫലം കാണാനാകും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തർക്കങ്ങൾക്ക് ഇട നൽകരുത്. കുടുംബജീവിതം ഗുണകരമാകും. പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. അങ്ങനെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും. സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. എന്നാൽ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. രോഗശമനം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തൊഴിലിടത്ത് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മുറിവ്, ചതവ്, വീഴ്ച, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ
സമ്പാദ്യം ഉയരാനുള്ള പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കും. ധനാഗമനം പ്രതീക്ഷിക്കാം. സുഖച്ചിലവുകൾ വർദ്ധിക്കും. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഉയർച്ച, തൊഴിലിടത്ത് വർക്ക് ലോഡ് വർദ്ധിക്കുവാനും വിദേശ തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണവും ഉണ്ടാകും. ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്നവർക്ക് ലാഭമുണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ഉന്നത പഠനം സാധ്യമാകും. വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കാനും പഠനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനും ഇടയാകും. മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ അനുകൂല മാസക്കാലമാണ്. എന്നാൽ പങ്കാളിയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. എന്നാൽ പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. കുടുംബത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം. വീട് വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമായ മാസക്കാലമാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. പിന്നീട് കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മാസാവസാനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. പ്രവൃത്തിയിൽ മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. നിത്യവും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഉത്തമമാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഇടയാകും. അപ്രതീക്ഷിതമായ ചിലവുകളും വന്നുചേരും. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കടം വീട്ടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. പുതിയ തൊഴിൽ അന്വേഷകർക്ക് ഗുണപ്രദമാണ്. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സ്ഥാനക്കയറ്റം, ഉയർച്ച എന്നിവ ഉണ്ടാകും. വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ടു പോകുന്നവർക്കും ആദ്യം 3 വാരം ഗുണപ്രദമായിരിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും മികവ് പുലർത്താനാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. ദമ്പതികളുടെ ഇടയിൽ ഞാൻ എന്ന ഭാവം ഉടലെടുക്കും. ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. എന്നാൽ തൊഴിൽ സ്ഥലത്ത് മുറിവ്, ചതവ്, വീഴ്ച, പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചേക്കാം. യോഗശീലമാക്കുന്നത് നന്നായിരിക്കും. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂർ ഉത്രാടത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ ധനസമ്പാദനം വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. റിസ്ക് എടുത്ത് നിക്ഷേപങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കർമ്മരംഗത്ത് നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കും. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും ചെയ്യുന്ന തൊഴിലിൽ നിന്നും ധനാഗമനം കൂടുതലായി ലഭിക്കുന്നതിനും ഇടയാകും. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഠിന പ്രയത്നം ഉണ്ടാകണം. വിദേശ തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായാലും സ്വദേശത്തായാലും ലഭിക്കാനിടയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഗുണപ്രദമാകും. ചില വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും. ഉന്നത പഠനം സാധ്യമാകും. വിദേശ പഠനത്തിനായി കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതാണ്. വിവാഹത്തിനായി നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പ്രണയിതാക്കൾക്കും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങളെല്ലാം മാറി കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും.
വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകുന്ന ഒരു മാസക്കാലമാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടതായി വരും. സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ആകും. എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യം ഗുണപ്രദമായിരിക്കും. എന്നാൽ അവസാന വാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം, ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിശ്രമം ഉണ്ടാകുന്നതാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. സുഖച്ചിലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ആകും. പുതിയ തൊഴിൽ അന്വേഷകർക്കും ഗുണപ്രദമാണ്. പങ്കാളിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. വിദേശ തൊഴിൽ സാധ്യമാകും. ബിസിനസ് രംഗത്തുള്ളവർക്ക് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ഗുണപ്രദമാകും. അവസാന 2 വാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്കും അനുകൂലമാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. എന്നാൽ അവസാന 2 വാരങ്ങളിൽ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. ഉദര സംബന്ധമായി അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രോഗാവസ്ഥയിലുള്ളവർക്ക് ചികിത്സകൾ ഫലിച്ചു വരുന്നതായി കാണാം. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് അർച്ചന സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ പല വിധത്തിലുള്ള ധനാഗമനം ഉണ്ടാകുമെങ്കിലും നിക്ഷേപങ്ങൾക്ക് ഇടയാകില്ല. ധാരാളം സുഖച്ചിലവുകൾ വന്നു ചേരും. അനാവശ്യ ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. കർമ്മരംഗത്ത് ആശയവിനിമയം ശ്രദ്ധിക്കണം. വലിയ ഉത്തരവാദിത്വ കൂടുതൽ ഉണ്ടാകും. വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും ആകും. സർക്കാർ സർവീസിലുള്ളവർക്ക് ഗുണകരമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ്. ബിസിനസ്സിൽ നിന്നും വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദേശ വിപണനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. മടി ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസം അഭ്യസിക്കുന്നവർക്ക് ഗുണപ്രദമാകും. ഇപ്പോഴുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമാകുന്നതിന് മുമ്പായി ഗ്രഹനിലകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാവൂ. പ്രണയിതാക്കളുടെ ഇടയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. കുടുംബത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന് ക്ഷീണം, മൊത്തത്തിലൊരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ 2025 ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.